ഏഷ്യൻ യൂത്ത് ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് ഹാട്രിക് ഗോൾഡ്. വനിതകളുടെ ബോക്സിംഗിൽ 46, 50, 54 കിലോ വിഭാഗത്തിൽ ഇന്ത്യ സ്വർണം നേടി. ഖുഷി ചന്ദ്, അഹാന ശർമ്മ, പൂജാരി ചന്ദ്രിക എന്നിവരാണ് ഒന്നാമതെത്തിയത്. ഇതോടെ ഇന്ത്യയുടെ ആകെ സ്വർണ്ണ മെഡൽ 9 ബഹ്റൈനിൽ നിന്ന് ഷെഫി ഷാജഹാൻ വിവരങ്ങൾ നൽകും. ഷെഫി, എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം? ദിവ്യ, ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് ചരിത്ര നേട്ടങ്ങളുടെ ദിവസമാണ്. വനിതകളുടെ ബോക്സിംഗിൽ ഹാട്രിക് സ്വർണമാണ് ഇന്ത്യ ഇന്ന് നേടിയിരിക്കുന്നത്. വനിതകളുടെ 46 കിലോ വിഭാഗം, 50 കിലോ വിഭാഗം, 54 കിലോ വിഭാഗം എന്നിവയിലായിരുന്നു ഇന്ത്യക്ക് സ്വർണം. അതിൽ 46 കിലോയിൽ ചാന്ദ് ഖുഷിയും, 50 കിലോഗ്രാം വിഭാഗത്തിൽ ശർമ്മ ഹാനയും, 54 കിലോ വിഭാഗത്തിൽ പൂജാരി ചന്ദ്രികയുമാണ് ഇന്ത്യക്ക് സ്വർണം നേടിയത്. ഇതുൾപ്പെടെ ഇന്ത്യക്ക് ഇന്ന് 6 ഫൈനലുകളാണ് ബോക്സിംഗിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 നിലവിൽ പൂർത്തിയായപ്പോൾ ഇന്ത്യ 3 സ്വർണവും 1 വെള്ളിയുമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ഇനി ബഹ്റൈൻ സമയം 3 മണിയോടുകൂടി ഇനി 2 ഫൈനലുകൾ കൂടി നടക്കാനുണ്ട്. ഇതുൾപ്പെടെ 6 ഫൈനലുകളാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. ഇന്നത്തെ നേട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഇന്നത്തെ 3 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ മെഡൽ നേട്ടം, ആകെ മെഡൽ നേട്ടം 36 ആയിരിക്കുകയാണ്. അതിൽ 9 സ്വർണം, 13 വെള്ളി, 14 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ നേട്ടം. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 7ാം സ്ഥാനത്തേക്ക് കുതിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇന്ത്യ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച മെഡൽ വേട്ട കൂടിയാണിത്. 2009 ഇന്ത്യ 5 സ്വർണം, 3 വെള്ളി, 3 വെങ്കലം എന്നിവ ഉൾപ്പെടെ 11 മെഡലുകളായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 2013 വരുമ്പോൾ ഏകദേശം 25ഓളം മെഡൽ, അന്ന് ഒളിമ്പിക്സ് ഫ്ലാഗിന് കീഴിലാണ് ഇന്ത്യ മത്സരിച്ചിരുന്നത്. അന്ന് ഏകദേശം 25ഓളം മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അതിനുശേഷം ഇത് 3ാമത്തെ ഏഷ്യൻ യൂത്ത് ഗെയിംസ് ആണ്. ഈ 3ാം പതിപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യ നിലവിൽ 36 മെഡലുകളുമായി 7ാം സ്ഥാനത്തുണ്ട്. നാളെ ഒക്ടോബർ 31 കൂടിയായിരിക്കും ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ സമാപനമാവുക. ഷെഫി ഷാജഹാനാണ് ബഹ്റൈനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.